ഹായ് ഫ്രണ്ട്സ്, കുട്ടി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. പുതിയതായി പപ്പിനെ മേടിക്കുന്നവർ എല്ലാവരുടെയും ഒരു സംശയമാണ് ടോയ്ലറ്റ് ട്രെയിനിങ്. നമുക്കത് വളരെ ഈസി ആയിട്ടും വളരെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് പപ്പീനെ വീട്ടിൽ കൊണ്ടുവരുന്ന ദിവസം തന്നെ നമുക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വയറ് നിറച്ച് ആഹാരവും വെള്ളവും കൊടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് എവിടെയാണ് നമ്മൾ ടോയ്ലറ്റ് ചെയ്യാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത് അവിടേക്ക് വിടുക. അവര് ടോയ്ലറ്റ് ചെയ്തു കൊള്ളും. അവരെ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ സമയത്താണ് അവർക്ക് ടോയ്ലറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നതെന്ന്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കളിക്കുന്ന സമയത്ത്, പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇവർക്ക് ടോയ്ലറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവർക്ക് എവിടെയാണോ സ്ഥലം ഒരുക്കിയിട്ടുള്ളത് അവിടെ തന്നെ കൊണ്ടുവിടാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് നമ്മൾ ടോയ്ലറ്റ് ചെയ്യാനായിട്ട് ഒരുക്കിയിട്ടുള്ള സ്ഥലത്ത് ടോയോ ബോളോ അങ്ങനെയുള്ള ഒരു സാധനം അവിടെ അവർക്ക് ആകർഷകമായിട്ടുള്ള ഒരു സാധനം അവിടെ ഉണ്ടാവരുത്. അത് അവർ കണ്ടു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. എന്നിട്ട് അവരത് കളിക്കാനുള്ള ഒരു മൈൻഡ് വരും അവർക്ക്. കുഞ്ഞു പപ്പീസ് ആയതുകൊണ്ട് അവർക്ക് ഉറക്കം കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണർത്തി അവരെ ടോയ്ലറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രായം കൂടിയ ഡോഗ്സിനെ നമുക്ക് ടോയ്ലറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അത്യാവശ്യം ക്ഷമയും സമയവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ഡോഗ്സിനെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. വലിയ ഡോഗ്സ് കൂട്ടിൽ തന്നെ ടോയ്ലറ്റ് ചെയ്ത് ശീലമായതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ടോയ്ലറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരെ എളുപ്പത്തിലൊന്നും പഠിക്കത്തില്ല. അവരെയും ചെറിയ പപ്പീസിന് ചെയ്യുന്നത് പോലെ തന്നെ വയറ് നിറച്ച് ആഹാരവും വെള്ളവും കൊടുത്തതിന് ശേഷം അവർക്ക് ഒരുക്കിയിട്ടുള്ള സ്ഥലത്ത് അവരെ കൊണ്ടുപോയി ഫ്ലീഷ് ചെയ്യാം. വലിയ ഡോഗ്സ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം നിന്ന് കഴിഞ്ഞാൽ അവര് അവിടെ ടോയ്ലറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ പരിപാടിയുണ്ട്. അവരെ നമുക്ക് ലീഷ് ഇട്ട് തന്നെ കൂട്ടിൽ കൊണ്ടുപോയി കയറ്റുക. എന്നിട്ട് അതിന്റെ അറ്റം നമ്മുടെ കയ്യിൽ പിടിക്കുക. ആ സമയത്ത് തന്നെ അവര് കൂട്ടിലേക്ക് കയറുന്ന ആ സമയത്ത് തന്നെ അവർക്ക് ടോയ്ലറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് നമ്മൾ അവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ആ സ്ഥലത്ത് തന്നെ അവരെ കൊണ്ടുചെന്ന് വിടുക. അന്നേരം അവര് ടോയ്ലറ്റ് ചെയ്തുകൊള്ളും. എല്ലാവരും 3 മാസത്തിനുള്ളിൽ തന്നെ പപ്പീസിനെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്ത് പഠിപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പഠിപ്പിച്ചെടുക്കാനായിട്ട്. ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ.